മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയ ചാലിയാർ പുഴയിൽ ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. പോലീസിനൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും തെരച്ചിൽ പങ്കാളികളാകുന്നു. ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ചാലിയാറിൽ നിന്ന് ഇതുവരെ 233 മൃതദേഹങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. സമീർ ബിൻ കരീം ചാലിയാർ പുഴയ്ക്ക് സമീപം നിന്ന് നമുക്കൊപ്പം ചേരുന്നു. സമീർ, ഇന്നത്തെ തെരച്ചിൽ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? താങ്കൾക്ക് പറഞ്ഞു തുടങ്ങാം. താങ്കൾ പറയുമ്പോൾ ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കും. എനിക്കറിയാം ചാലിയാർ പുഴ ഒരു ചാവുപുഴയായി മാറി എന്നുള്ളതും ഒരുപാട് മൃതദേഹങ്ങൾ ഒഴുകി നടന്ന പുഴയായിട്ടത് മാറിയതും. ചാലിയാർ പുഴയ്ക്ക് തീരത്താണ്. ഇവിടെ നിലവിൽ വലിയ തരത്തിലുള്ള തിരച്ചിലില്ല എന്നുള്ളതാണ്. നിലവിൽ ഈ ചാലിയാർ പുഴയുടെ തീരത്തുള്ള പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടിയുള്ള തിരച്ചിലാണ് നിലവിൽ ഇന്ന് ചാലിയാർ പുഴയോരത്ത് നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ വനത്തിൽ അകപ്പെട്ട 18 അംഗ സംഘം ഇന്നലെ തെരച്ചിലിന് പോയി വനത്തിൽ അകപ്പെട്ടിരുന്നു. അവരുടെ സുരക്ഷിതരാണ്. നിലവിൽ അവർക്ക് ലഭിച്ച മൃതദേഹവുമായി നിലവിൽ വയനാട്ടിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് ഈ പഞ്ചായത്ത് അംഗങ്ങൾക്കൊപ്പം തന്നെ നാട്ടുകാർ, സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം തന്നെ പോലീസിന്റെ സാന്നിധ്യം തിരച്ചിലുണ്ടാകുമെന്നുള്ളതാണ്. എന്നാൽ വനത്തിലേക്കുള്ള തിരച്ചിൽ ഇന്നില്ല. ഒപ്പം തന്നെ തണ്ടർ ബോൾട്ടിൻ്റെയോ അല്ലെങ്കിൽ വനം വകുപ്പിൻ്റെയോ സഹായമോ അല്ലെങ്കിൽ അത്തരമൊരു സാന്നിധ്യമോ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ ജില്ലാ പോലീസ് മേധാവി നമ്മളുമായി പങ്കുവെക്കുമെന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ഇന്ന് ഇതുവരെ ഒരു മൃതദേഹമോ അല്ലെങ്കിൽ ശരീരഭാഗമോ ഒന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നൽകാൻ കഴിയുന്ന വിവരം. ഇന്നലെ വരെ 231 ശരീരഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴയിൽ നിന്നും കണ്ടെത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കാരണം അപകടം നടന്നത് വയനാട്ടിലാണെങ്കിൽ പോലും കഴിഞ്ഞ ഒരാഴ്ചയോളമായി ശരീരങ്ങൾ കണ്ടെത്തുന്നത് ഇവിടെ നിന്നാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി 24-നോടൊപ്പം ചേരുകയാണ്. സാറേ, ഇന്നിപ്പോൾ ഏത് രീതിയിലുള്ളൊരു തെരച്ചിലാണ് നടക്കുന്നത്? ഇന്നിപ്പോൾ നമ്മൾ ഡൗൺ സ്ട്രീമിലേക്കാണ് നോക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരെല്ലാം കൂടിയുള്ള ടീം ആയിട്ട് ഓരോ ഏരിയ തിരിച്ചു കൊടുത്തുകൊണ്ട് താഴേക്ക് നോക്കുകയാണ്. പിന്നെ അരീക്കോട്, വാഴക്കാട് ലിമിറ്റുകളിൽ അവിടെ പോലീസ് ഉദ്യോഗസ്ഥരവിടെ ബോട്ട് കൊണ്ടുള്ള പട്രോളിംഗ് നടത്തി നോക്കുന്നുണ്ട്. പിന്നെ ഓരോ സൈഡിലും പോലീസ് ഉദ്യോഗസ്ഥരെ നിർത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ ഈ സ്ട്രാറ്റജിക് പോയിൻറ്റ്സിൽ നാട്ടുകാരുടെ കൂടി സഹകരണത്തോടുകൂടി സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന തെരച്ചിലൊന്നും തന്നെ ഇല്ല. ഇന്നലെ അവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇന്നിപ്പോൾ പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഇൻഫർമേഷൻ വല്ലതും വരികയാണെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ വിത്ത് ഫോറസ്റ്റ് ഉള്ളിലേക്ക് കയറും. ഇന്നലെ തെരച്ചിലിന് പോയ ഒരു 18 പേർ വനത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരിപ്പോൾ സുരക്ഷിതരായിരുന്നു. ഇന്നലെ രാത്രിയും സുരക്ഷിതരായിരുന്നു. അവരിപ്പോൾ വയനാട്ടിലേക്ക് നീങ്ങി തുടങ്ങിയെന്ന് തോന്നുന്നല്ലേ? ഇല്ല, അങ്ങനെ ആയിട്ടില്ല. സുരക്ഷിതരാണ് അവർ. അവരുടെ അടുത്തേക്ക് അവിടെ നിന്നുള്ള ടീം, വയനാട് നിന്നുള്ള ടീം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഏകദേശം എത്താറായിട്ടുള്ള ഇൻഫർമേഷൻ അവരെത്തിയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. SK ഏതായാലും നിലവിൽ തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. വനത്തിൽ അകപ്പെട്ട രക്ഷാപ്രവർത്തകർ അവർക്ക് ലഭിച്ച മൃതദേഹവുമായി വയനാട് ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തണ്ടർ ബോൾട്ട് ഉൾപ്പെടെയുള്ള സേനകൾ നിലവിൽ, ഒപ്പം തന്നെ വനം വകുപ്പും എല്ലാം തന്നെ വനത്തിലുണ്ട്. ഇവർ സുരക്ഷിതരാണ് എന്നുള്ളതാണ് നൽകാൻ കഴിയുന്ന വിവരം. SK.